ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കോട്ടൺ കുർത്ത സെറ്റുകളാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഇട്ടിരിക്കുന്ന ഈ ഒരു കുർത്ത സെറ്റും മീഷോന്നാണ്. കോട്ടൺ കുർത്ത സെറ്റാട്ടോ. അത് കുർത്ത പാൻറ്റ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് കുർത്ത സെറ്റ് വരുന്നത് ഇതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാട്ടോ. കുർത്ത ആൻഡ് പാൻറ്റിൻ്റെ സെറ്റാണ്. നല്ല കളർ കോമ്പിനേഷനാണ്. മൊത്തം ഇങ്ങനെ ബ്ലോക്ക് പ്രിൻ്റ് ആണ് വരുന്നത്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇവിടെ ആണെങ്കിൽ ഷോ ബട്ടൺസ് ഉണ്ട് കേട്ടോ. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് പടി വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ പ്രിൻ്റ് വരുന്നുണ്ട്. സ്ട്രെയിറ്റ് കുർത്തയാട്ടോ ഇത്. ബാക്കിൽ പ്ലെയിൻ ആണ്. ഫ്രണ്ടിൽ മാത്രമേ ഡിസൈൻ വരുന്നുള്ളൂ. ഫ്രണ്ടിൽ സ്ലിറ്റിൻ്റെ ഭാഗത്തുണ്ട് കേട്ടോ പ്രിൻ്റ്. ഇതാണെങ്കിൽ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ അത് വെയർ ചെയ്യാൻ. ഞാനത് പർച്ചേസ് ചെയ്ത മീഡിയം സൈസാണ്. എനിക്ക് കറക്റ്റാണ്. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. ഇവിടെ വള്ളിയുണ്ട്. നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് ടൈ ചെയ്ത് വയ്ക്കാം. പിന്നെ കുറച്ച് ബലമുള്ള എലാസ്റ്റിക് ആട്ടോ അത്. ഏറ്റവും അടിയിൽ പടി വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ പ്രിൻ്റ് ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് മീഡിയം സൈസാണ്. എനിക്ക് കറക്റ്റാണ്. ഞാനത് പർച്ചേസ് ചെയ്ത് 730 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. കുർത്ത ആൻഡ് പാൻറ്റിൻ്റെ സെറ്റാണ്. പിക്ചറിലാണെങ്കിൽ ഒരു വേറെ ഷെയ്ഡാട്ടോ. നേരിട്ടാണെങ്കിൽ ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ഉണ്ട്. ആൻഡ് ഫ്ലോറൽ പ്രിൻറ്റിനാണെങ്കിൽ പീക്കോ ഗ്രീൻ ഷെയ്ഡാട്ടോ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആട്ടോ അത്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് നല്ല വീതിയുള്ള പടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാൻഡറിൻ കോളറാണ്. പിന്നെ താഴെ വരെ ഷോ ബട്ടൺസ് ആട്ടോ വരുന്നത്. ഇവിടെ വരെയുണ്ട്. സ്ട്രെയിറ്റ് കുർത്തയാണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. പിന്നെ ചില ഫ്ലവേഴ്സിനാണെങ്കിൽ ഗോൾഡൻ പെയിൻറ്റും കൊണ്ട് കുറച്ച് ഡിസൈൻസ് വരുന്നുണ്ട്. പിന്നെ ഞാനത് പർച്ചേസ് ചെയ്ത മീഡിയം സൈസാണ്. എനിക്ക് കറക്റ്റാണ്. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. പലാസോ ടൈപ്പാട്ടോ. ഏറ്റവും അടിയിൽ പടി വെച്ചിട്ടുണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. ഞാനത് പർച്ചേസ് ചെയ്തത് 644 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. കുർത്ത പാൻറ്റ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. ആൻഡ് ഇതിലാണെങ്കിൽ 2 പ്രിൻസ് ആട്ടോ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസാണ്. 3/4 സ്ലീവാണ് വരുന്നത്. ആൻഡ് സ്ലീവിൻ്റെ അറ്റത്ത് പടി വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട്. മിറർ വർക്ക്സ് ഉണ്ട്. ഫോയിൽ ടൈപ്പ് മിറർ വർക്ക്സ് ആട്ടോ. ഇവിടെ ആണെങ്കിൽ ചെറിയ സ്ലിറ്റ് ഉണ്ട്. ഇവിടെ ഈ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ. ആൻഡ് 2 വള്ളിയുണ്ട്. നമുക്കിങ്ങനെ ടൈ ചെയ്ത് വയ്ക്കാം. സ്ലീവ്സിലും ഈ ഒരു നടുക്കത്തെ ഭാഗത്തും വലിയ പ്രിൻസ് ആണ് വരുന്നത്. 2 സൈഡിലും പിന്നെ ബാക്കിലും മൊത്തവും വേറെ പ്രിൻ്റ് ആട്ടോ. കുഞ്ഞ് ഫ്ലവേഴ്സിൻ്റെ പ്രിൻ്റാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. വീനെക്കാണ്. അതിലിങ്ങനെ എംബ്രോയ്ഡറി ആൻഡ് മിറർ വർക്ക്സ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇവിടെ പിൻടക്സ് വരുന്നുണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ആൻഡ് 2 സൈഡിലും താഴെ വരെ കുഞ്ഞ് ലേസ് പോയിട്ടുണ്ട്. പിന്നെ 2 സൈഡിലും സ്ലിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും അടിയിൽ ഫ്രണ്ടിൽ ഇവിടെ പടി വരുന്നുണ്ട്. അതിലിങ്ങനെ എംബ്രോയ്ഡറി ആൻഡ് മിറർ വർക്ക്സ് ഉണ്ട്. ബാക്കിലില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് 2 സൈഡിലും വള്ളി വരുന്നുണ്ട്. നമുക്ക് ടൈ ചെയ്ത് വെക്കാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാട്ടോ. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത മീഡിയം സൈസാണ്. എനിക്ക് കറക്റ്റാണ്. ഇതാട്ടോ പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. ഏറ്റവും അടിയിൽ പടി വെച്ചിട്ടുണ്ട്. അതിലും ഇങ്ങനെ മിറർ വർക്ക്സ് ആൻഡ് എംബ്രോയ്ഡറി ഉണ്ട്. പിന്നെ ഇവിടെ ചെറുതായിട്ട് ചുരുക്കുണ്ട് കേട്ടോ. ഇതാണ് ദുപ്പട്ട. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ നല്ല കോട്ടൺ മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് 873 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു കുർത്ത ആൻഡ് പാൻറ്റിൻ്റെ സെറ്റാണ്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് വലിയ പടി വെച്ചിട്ടുണ്ട്. യോക്ക് പോർഷനിൽ പടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും പടി വെച്ചിട്ടുണ്ട്.
സ്ട്രെയിറ്റ് കുർത്തയാണ്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റ് ആട്ടോ. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ വള്ളിയുണ്ട്, നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് ടൈ ചെയ്ത് വയ്ക്കാം. പലാസോ ടൈപ്പാണ്. ഏറ്റവും അടിയിൽ വലിയ പടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റാണ്. ഞാനത് പർച്ചേസ് ചെയ്തത് 579 റുപ്പീസിനാണ്. അടുത്ത കുർത്ത പാൻറ്റ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാണ്. കുർത്തയിലാണെങ്കിൽ ബാന്തിനി പ്രിൻ്റാണ് വരുന്നത്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് ചെറിയ പടി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ മിറർ വർക്ക്, സീക്വൻസ് ആൻഡ് എംബ്രോയ്ഡറി ഉണ്ട്. ഫോയിൽ ടൈപ്പ് മിറർ വർക്ക്സ് ആട്ടോ. അതുപോലെ തന്നെ യോക്ക് പോർഷനിൽ വരുന്നുണ്ട് മിറർ വർക്ക്, സീക്വൻസ് ആൻഡ് എംബ്രോയ്ഡറി. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. നെക്കിലാണെങ്കിൽ പൈപ്പിംഗ് ഉണ്ട് കേട്ടോ. സ്ട്രെയിറ്റ് കുർത്തയാണ്. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ സ്ലിറ്റിൻ്റെ അവിടെ എംബ്രോയ്ഡറി, സീക്വൻസ് വർക്ക് ആൻഡ് മിറർ വർക്ക്സ് ഉണ്ട് കേട്ടോ. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഏറ്റവും അടിയിൽ പടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ ചുരുക്കുണ്ട്. ഇതാണ് ദുപ്പട്ട. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. ഞാനത് പർച്ചേസ് ചെയ്തത് 662 റുപ്പീസിനാണ്. സോ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.